ഉണ്ടല്ലോ ഇത്തവണത്തെ നമ്മുടെ ഓണാഘോഷം എന്താ ഇവിടെ തുടങ്ങുകയാണ്. ആദ്യം എമ്മിക്കുട്ടിക്കാണ് സ്കൂളിൽ ഓണം വന്നത്. അപ്പോൾ പുതിയ പട്ടുപാവടയൊക്കെ തയ്ക്കാൻ കൊടുത്തെങ്കിലും അതൊന്നും കറക്റ്റ് സമയത്ത് കറക്റ്റ് അയച്ച് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ പഴയ ഒരെണ്ണെടുത്ത് സെലക്ട് ചെയ്തതായത് എടുത്തിട്ട് ഇങ്ങനെ റെഡി ആയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഒരുങ്ങി അവിടെ ചെന്നപ്പോഴേക്കും രണ്ട് സുന്ദരി കുട്ടികളാണ് നമ്മളെ വെൽക്കം ചെയ്തത്. എല്ലാവരും സെറ്റായി നിൽക്കുമായിരുന്നു. ഇത് 3ാം ക്ലാസ്സുകാരുടെ, അതായത് എമ്മിക്കുട്ടീൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. തിരുവാതിരയ്ക്ക് ഒരുങ്ങി നിൽക്കുവാണ്. ഇത്തവണ എമ്മിക്കുട്ടിന് അതിന് ചേർന്നില്ല കേട്ടോ. അവൾ ആദ്യം ചേർന്ന് പിന്നീട് അങ്ങ് പിന്മാറുകയായിരുന്നേ. കൂട്ടുകാരുടെ അടുത്ത് പോയിരുന്ന ആദ്യം തന്നെ ആൾ പണ്ടത്തെ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ. നമുക്കൊക്കെ ഒന്ന് ഓണാഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എൻജോയ് ചെയ്യായിരുന്നല്ലോ. ഇതാണ് എമ്മിക്കുട്ടൻ്റെ ടീച്ചർ കേട്ടോ. സാറ് വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സാറിൻ്റെ പിള്ളേർ എടുക്കുമായിരുന്നു. ഇവിടെ സ്വാമിമാരെയൊക്കെ റെഡിയാക്കി നിർത്തി മാവേലിയും കൂട്ടുകാരും കൂടി റെഡിയായി വന്നു. അവരൊക്കെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോയി. കാരണം ഇവിടെ നടക്കാൻ പോകുന്നത് ഇനി മാവേലിയുടെ ഒരു കഥയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വാമിമാർ അവിടെ ഇരുന്ന് പൂജയൊക്കെ ചെയ്യുന്നത്. കുന്തിരിക്കുവാണെങ്കിൽ പോകാൻ വെച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ചെറിയൊരു നാടകമൊക്കെ പിള്ളേരെ കൊണ്ട് ചെയ്യിച്ചു. നല്ല രസമുണ്ടായിരുന്നു ഓരോ പരിപാടി കേട്ടോ. ഇത് കുറച്ച് വള്ളംകളിക്കാരാണ്. അപ്പോൾ വള്ളംകളി പോലെ ഇങ്ങനെ അതിൻ്റെ ഡിസൈനൊക്കെ ഒരു പേപ്പറിലൊക്കെ വെട്ടിയെടുത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ടൊക്കെയാണ് അവിടെ അവതരിപ്പിച്ചത് കേട്ടോ. നല്ലതായിരുന്നു. അതിനോട് എമ്മിക്കുട്ടിന് വിശക്കാൻ തുടങ്ങി. കാരണം രാവിലെ പുട്ട് കൊടുത്തപ്പോൾ മര്യാദ തിന്നില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി. LKG-കാരുടെ പരിപാടി തുടങ്ങുന്നതിൻ്റെ ഇടയിലാണ് ദൈവൻ എടാ ഈ ആൻറ്റി ഫേമസ് ആടാന്ന് പറഞ്ഞ് എന്നെ കണ്ടുപിടിച്ചു കേട്ടോ. അവനെ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ അവന് ചമ്മലായി. അച്ചിക്കുട്ടിയും എമ്മിക്കുട്ടിയും കൂടെ അതിൻ്റെ ഇടയിൽ കൂടി എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ടായിരുന്നു. വള ഊരുന്നു തിരിച്ചിടുന്നു അങ്ങനെയൊക്കെ. പിന്നെ ആ പിള്ളേരുടെ ഡാൻസ് ഒക്കെ തുടങ്ങി. പിള്ളേർ എന്തൊരു സന്തോഷമായിരുന്നു. അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇതാണ് എമ്മിയുടെ കൂട്ടുകാരുടെ തിരുവാതിര കളി കേട്ടോ. കണ്ടിരുന്നപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പോകുന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ അടുത്ത വർഷം ഞാനും കളിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. 4ാം ക്ലാസ്സുകാരുടെ ആയിരുന്നു ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്. പിള്ളേർ നല്ല അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. രാവിലെ തന്നെ വന്ന് ടീച്ചേഴ്സും പിള്ളേരും കൂടിയൊക്കെ പൂക്കളൊക്കെ ഇട്ടു, മാവേലിനെയൊക്കെ സെറ്റ് ചെയ്തു. ടീച്ചേഴ്സ് തന്നെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് കേട്ടോ അവർ മാവേലിനെയൊക്കെ സെറ്റാക്കണേ. നമ്മുടെ റബേക്കയുടെ ലീമോൾ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചറിനെ കണ്ടപ്പോൾ പഴയ പിള്ളേരൊക്കെ കൂടി ചെന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇത് എമ്മിക്കുട്ടനും കൂട്ടുകാരും കൂടി തുള്ളാൻ പാട്ടിട്ടപ്പോൾ തുള്ളാൻ പാട്ടിട്ട് കൊടുത്ത എൻ്റെ ദൈവമേ, ഇത്രയും സന്തോഷമുള്ള പിള്ളേർ എപ്പോഴും ചെന്നിട്ട് എല്ലാ ഫംഗ്ഷൻ ടീച്ചേഴ്സിനോട് ചോദിക്കുന്ന കാണാം. ലാസ്റ്റ് ഞങ്ങൾക്ക് തുള്ളാനായിട്ട് പാട്ടിട്ട് തരുമെന്ന്. നല്ല പാട്ടുകളൊക്കെ ടീച്ചേഴ്സ് ഇട്ട് കൊടുത്തു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ലാസ്റ്റ് ഇവിടെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം മുന്നിലേക്ക് കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷമാണ്. ചോറും സാമ്പാറും തോരനും പായസവും എല്ലാം കൂടെ നല്ലൊരു സദ്യയും പിള്ളേർക്ക് ടീച്ചേഴ്സ് കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത സദ്യ എന്നാണ്, അടുത്ത സെലിബ്രേഷൻ എന്നാണെന്നാണ് കേട്ടോ നമ്മളുടെ ആളുടെ ചോദ്യം. ഇവിടെ പായസവും സാമ്പാറും ചോറും ഒക്കെ അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇലയിൽ ഒഴിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇലയായതുകൊണ്ട് ഒഴുകി പേപ്പർ വാഴയിലാണ്, പ്ലാസ്റ്റിക്കല്ല പേപ്പർ വാഴയില്ല, അതിനകത്തുനിന്ന് താഴേക്ക് പോകുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാലും അവളൊരു ട്രൈ ചെയ്തു. ഒന്ന് പപ്പടം പൊടിച്ചിട്ട് അതിൻ്റെ മീതേക്ക് കുറച്ച് പായസമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം നാളെ കാണാം. ഓണം എവിടെ വരെ ആയി.